ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് ആ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ അത് കാണാനായിട്ട് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അതെ ഓ അയോണം പോവാ അതന്നെ അതന്നെ അഡ്രസ് ഓ അങ്ങനെ അല്ലല്ല അഡ്രസ് കറക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇതാണ് സാധനം. ഇതിനിപ്പോൾ നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെന്താ സംഭവം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോയ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഇതിന് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നാണ് എത്തിയത്. ഏകദേശം 3 മാസമായി ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും നിങ്ങളെ പറഞ്ഞ് ഞാൻ ദേഷ്യം പിടിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ ലൈസൻസ് ആണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് ലൈസൻസ് ഒക്കെ നിർബന്ധമാക്കിക്കൊണ്ട് വരുവാണ്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൈസ്. ഇപ്പോൾ ഇതാണ് ആർട്ടിസ്റ്റിൻ്റെ ലൈസൻസ്. നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. എനിക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു ATM കാർഡ് പോലത്തെ ചെറിയൊരു ലൈസൻസിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഏകദേശം 3 മാസമായിട്ട് ഇതിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഇന്നാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഫൈനലി എനിക്ക് ആ ഒരു ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലൈസൻസ് നിർബന്ധമായിട്ടും എല്ലാ ടാറ്റു ആർട്ടിസ്റ്റിനും ഉണ്ടായിരിക്കണം എന്നുള്ള നിയമമൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും ആർട്ടിസ്റ്റായിട്ടുള്ളവരൊക്കെ ലൈസൻസ് എല്ലാം എടുത്ത് അവർ പറയുന്ന രീതിയിൽ നമ്മുടെ ഷോപ്പിൽ വേണ്ട ഫെസിലിറ്റിയൊക്കെ ഒരുക്കുക. അപ്പോൾ ലൈസൻസ് നിർബന്ധമാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് റോഡ് സൈഡിലും പിന്നെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഒരുപാട് പച്ച കുത്തുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അവർ അങ്ങനെ കുത്തുന്നതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവരുടെ ഒരു എന്താ പറയുക, അവരുടെ തൊഴിലാണ്. പക്ഷേ അത് പ്രോപ്പറായ രീതിയിൽ ചെയ്യാത്ത കാരണം ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്കിൻ അലർജി, പിന്നെ സ്കിൻ ക്യാൻസർ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് സെയിം നീഡിലും സെയിം ഇങ്കും സെയിം ഗ്ലൗസ് കാര്യങ്ങൾ എല്ലാം യൂസ് ചെയ്ത് എല്ലാവർക്കും ഒരേ നീഡിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത് വലിയൊരു ഇഷ്യൂയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ലൈസൻസ് ഒക്കെ കർശനമാക്കി കൊണ്ടുവരുന്നതും. അപ്പോൾ അവർ പറയുന്ന തരത്തിൽ നമ്മുടെ ഷോപ്പിൽ അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒരുക്കുകയും വേണം. അപ്പോൾ ഫൈനലി എനിക്ക് അങ്ങനെ ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. ഇനിയിപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും കിടിലം പവർ വീഡിയോസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.